സ്വന്തമായി വീടും ജോലിയും ഭർത്താവും ഒരു കുട്ടിയുമുള്ള യുവതി കൊല്ലപ്പെട്ട നിലയിൽ കാണുക, ഒരു അന്യപുരുഷൻ ആ വീട്ടിൽ നിന്ന് കൃത്യമായി പിടിക്കപ്പെടുക, അറസ്റ്റ് ചെയ്യപ്പെടുക. അതിനുശേഷം ചോദ്യം ചെയ്യലിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ഉടനെ തന്നെ പോലീസ് അതൊരു ആത്മഹത്യയാണെന്ന് പറയുക. ചോദ്യം ചെയ്യുമ്പോൾ പിടിക്കപ്പെട്ട യുവാവിന് കൃത്യമായ മറുപടി ഇല്ലാതിരിക്കുക. ഒടുവിൽ അയാൾ ആ യുവതിയുടെ വീട്ടിലും ജോലിയിലും ശമ്പളത്തിലും കണ്ണുവെച്ച് അവളുടെ കുടുംബജീവിതം തകർത്ത് അവളെ മതം മാറ്റാൻ ശ്രമിച്ചതായി സമ്മതിക്കുക. മതം മാറ്റിയ ശേഷം വീടും സ്വത്തും ശമ്പളവുമൊക്കെ കൈക്കലാക്കി സുഖജീവിതം നടത്താമെന്ന് ധരിച്ചതായി സമ്മതിക്കുക. എന്നിട്ടും കേരളത്തിലെ പൊതുബോധത്തിന് യാതൊരുവിധ നെട്ടലുമില്ല. കാരണം ആ കൊല ചെയ്യപ്പെട്ട യുവതി മുസ്ലിമാണ്. കൊന്നത് ഹിന്ദുത്വ തീവ്രവാദിയായ മുസ്ലിം യുവതികളെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പരസ്യമായി ആഹ്വാനം ചെയ്ത മുസ്ലിം സ്ത്രീകളുടെ മതം മാറ്റിയാൽ അവരെ മതം മാറ്റി സനാതന ഹിന്ദുത്വത്തിലേക്ക് ചേർത്താൽ പ്രണയത്തിലൂടെ തന്നെ മതം മാറ്റി വശീകരിച്ച് കൊണ്ടുപോയി തൻ്റെ മതത്തിലേക്ക് ചേർത്താൽ 5-10 ലക്ഷങ്ങൾ പരസ്യമായി ഓഫർ ചെയ്ത ഉത്തരേന്ത്യയിലൊക്കെ അത്തരത്തിലുള്ള ധാരാളം വീഡിയോകൾ കന്നഡയിൽ വന്നിട്ടുണ്ട്, ഇന്ത്യയിലുണ്ട്, നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ പബ്ലിക് ഡൊമൈനിലുള്ള അങ്ങനെയുള്ള ഒരു സംഘടനയുടെ വക്താവായ വ്യക്തി ഒരു മുസ്ലിം യുവതിയെ പ്രണയം നടിച്ച് അവളുടെ ജോലിയിലും ശമ്പളത്തിലും വീട്ടിലും കണ്ണ് നട്ട്, കുടുംബം അത് വ്യക്തമായി പറയുന്നുണ്ട്, അങ്ങനെ അവളെ നിർബന്ധിച്ച് മതം മാറ്റാനും തൻ്റെ കൂടെയുള്ള രഹസ്യമായ വീഡിയോകളും ചിത്രങ്ങളും പരസ്യമാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി മതം മാറ്റാനും ശ്രമിച്ചു. അപ്പോൾ അങ്ങനെ ആ മാനസിക സമ്മർദ്ദം മൂലം ഒടുവിൽ എന്നിട്ടും ഈ യുവതി അതിന് തയ്യാറാവാത്തത് കൊണ്ട് കൊല ചെയ്തു, അല്ലെങ്കിൽ നിർബന്ധിതമായി തൻ്റെ മുമ്പിൽ വെച്ച് ആത്മഹത്യ ചെയ്യിപ്പിച്ചു. ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു എന്നല്ല, ആത്മഹത്യ ചെയ്യിപ്പിച്ചു. എന്നിട്ടും കേവലം ആത്മഹത്യാ പ്രേരണക്കുറ്റമാണ് ഇവിടെ ചുമത്തപ്പെട്ടത്. അതൊന്ന്. ഇനി ഈ ഒരു ഇത്തരം അജണ്ട ഉള്ളത് കൊണ്ട് തന്നെ ആ അജണ്ടയെ മറച്ചു പിടിക്കാൻ വേണ്ടി സംഘപരിവാറും അവർക്ക് ഓശാന പാടുന്ന പ്രസംഗികളും ഈ വിഷയത്തിൽ മുസ്ലിം സമുദായത്തിനെതിരിൽ പറയാത്ത ഒന്നും തന്നെയില്ല. എന്തുണ്ടായാലും മാങ്ങാ ജിഹാദ് തേങ്ങാ ജിഹാദ് എന്ന് പറഞ്ഞതുപോലെ യാതൊരു വസ്തുതയുമില്ലാതെ ഏത് ക്രൈമിൽ മുസ്ലിം നാമധാരികളെ പിടിക്കപ്പെട്ടാലും ക്രൈമും കുറ്റകൃത്യവും ചെയ്യാത്ത ഒരു സമുദായക്കാരും ഉണ്ടാവില്ല. അതിലൊക്കെ അങ്ങനത്തെ ആളുകളുണ്ടാവും. അപ്പോൾ ഇതൊരു അജണ്ടയുടെ ഭാഗമാണെന്ന് പറയാം. മതവുമായി യാതൊരു ബന്ധവുമില്ലാതെ ലിബറൽ ജീവിതം നയിക്കുന്ന ഒരു ക്രിമിനൽ, അയാൾക്ക് അറബി പേരുണ്ടെങ്കിൽ മുസ്ലിം പേരുണ്ടെങ്കിൽ അയാളൊരു ഒരു ലഹരി കേസിൽപ്പെട്ടാൽ, അല്ലെങ്കിൽ അയാളൊരു പീഡനക്കേസിൽ അല്ലെങ്കിൽ തൻ്റെ കാമുകിയെ ആക്രമിച്ച കേസിൽ പിടിക്കപ്പെട്ടാൽ, അപ്പോൾ ഇതിലേക്ക് മതം തിരികി യാതൊരുവിധ മതജീവിതവും നയിക്കാത്ത വ്യക്തിയെ വെച്ച് അവൻ്റെ പേര് നോക്കി ഇവൻ ഇതൊരു മതത്തിൻ്റെ അജണ്ടയായിട്ട് ഈ മതത്തിൻ്റെ ഐഡിയോളജിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നതാണെന്ന് പരസ്യമായി യാതൊരു ഉറപ്പില്ലാതെ ആരോപിക്കുന്ന ചെറ്റകളൊക്കെ ഇപ്പം മൗനത്തിലാണ്. ഇത് ഞാൻ പറയുന്നത് നാർക്കോട്ടിക് ജിഹാദ് പറഞ്ഞത് പാലാ ബിഷപ്പായിരുന്നു. അതിൻ്റെ മുമ്പ് ലവ് ജിഹാദ് എന്നുള്ള ഇന്ന് ഇന്ത്യ മൊത്തം ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാധനത്തിൻ്റെ വിത്തിട്ടത് മരണപ്പെട്ടൊരു കേരള മുഖ്യമന്ത്രിയാണ്. അതിനുശേഷം അത് പലരും ഏറ്റെടുത്തു. അത് വസ്തുതല്ല എന്നുള്ള എല്ലാവർക്കും തിരിയുന്നതും മനസ്സിലാക്കാവുന്നതും വിവിധ ഏജൻസികൾ അന്വേഷിച്ചതുമായൊരു കാര്യമാണ്. പക്ഷേ ഇത് ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ, എന്നാൽ ഇവിടെ നൂറുകണക്കിന് മുസ്ലിം സംഘടനകളുണ്ട്. ഏതെങ്കിലും ഇതര സമുദായത്തിനെതിരിൽ അല്ലെങ്കിൽ ഇതര വിഭാഗങ്ങൾക്കെതിരിൽ ഇല്ലാത്ത കള്ളക്കഥകൾ പറയണം എന്ന് നമ്മളാരും പറയുന്നില്ല. പാലാ ബിഷപ്പിനെ പോലെ വായി തോന്നിയത് വിളിച്ചു പറയേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയോ മുസ്ലിം നേതാവോ ചെയ്യണമെന്ന് പറയുന്നില്ല. അതുപോലെ ഇല്ലാത്തത് ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരെ ആരോപിച്ച് വിദ്വേഷം പടർത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നില്ല. പക്ഷേ ഉള്ള കാര്യം ഉള്ളതുപോലെ സംഘപരിവാറിന് മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളെ പ്രണയത്തിൽ പെടുത്താനും ഹിന്ദുത്വ സംഘടനകൾക്ക്, കേവലം സംഘപരിവാർ എന്ന് പറയുന്നില്ല, ഹിന്ദുത്വ സംഘടനകൾക്ക്
അവർക്ക് മുസ്ലിം സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യാനും പ്രണയത്തിലൂടെ വശീകരിക്കാനും ചിലപ്പോൾ അവർ ഉത്തരേന്ത്യയിലൊക്കെ എന്നാൽ അതിനെക്കുറിച്ച് വളരെ ബോധേഡാണ് ആളുകൾ. എന്നാലും അതിൽ പോയി വീഴുന്ന ആളുകളുണ്ട്. ഈ അമ്പാറ്റകളെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അല്ലാമ സജ്ജാദ് നൊമാനിനെ പോലെയുള്ള ആളുകൾ, അതുപോലെ ഈ അടുത്ത പ്രമുഖ മാധ്യമപ്രവർത്തകനായിരുന്ന അദ്ദേഹത്തിൻ്റെ പേര് മറന്നുപോയി, ഞാൻ അവരൊക്കെ ഈ വിഷയം കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ അവർ പരസ്യമായി പറഞ്ഞതാണ്. കേരളത്തിലെന്നല്ല എല്ലായിടത്തും ഈ ഒരു അജണ്ട സംഘപരിവാറിനുണ്ട്. അതുകൊണ്ട് തന്നെ എന്നല്ല ഭരണകൂടം കേരളത്തിൽ നമ്മൾ പറയും കേരളത്തിലെ യോഗി ആദിത്യനാഥല്ല മുഖ്യമന്ത്രി, പക്ഷേ പോലീസ്, ഭരണഘടന ഇതൊക്കെ കണ്ടോ. ഇപ്പോൾ ആ കേസിൽ ഇത്രയൊക്കെ സോളിഡ് എവിഡൻസ് ഉണ്ടായിട്ടും ആത്മഹത്യാ പ്രേരണ എന്നതിനപ്പുറം ഒരു കേസുമില്ല. അറിഞ്ഞിടത്തോളം മീഡിയകളിൽ നിന്ന് ആ പെണ്ണിനെ ആക്രമിച്ചു എന്ന് സമ്മതിച്ചു. അതിന് പ്രത്യേകമായിട്ട് കേസ് എടുത്തായിട്ട് അറിയില്ല. പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു, ഫോട്ടോ കാണിച്ച് ഭീഷണിപ്പെടുത്തി, മതം മാറ്റാൻ ആവശ്യപ്പെട്ടു. ഇതിലൊന്നും ഒരു വകുപ്പുമില്ല. ആകെ ചുമത്തി എന്താണ് ആത്മഹത്യാ പ്രേരണ കുറ്റം.